ഭയങ്കര എക്സൈറ്റഡ് ആയ അവസ്ഥയിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ് ഉള്ളപ്പോൾ നിങ്ങൾ ഭയങ്കര എമോഷണലാണ്. എമോഷണൽ സമയത്ത് ലോജിക്കൽ തിങ്കിങ് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കുമ്പോൾ ഒരു എംപ്ലോയി കയറി വന്ന് നിങ്ങളോട് ഒരു ഓഫർ ചോദിക്കുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ചെയ്തു തരാമോ എന്ന്. നമ്മൾ ഒരു പ്രത്യാഘാതങ്ങൾ പോലും ആലോചിക്കാതെ പറയും ഓക്കെ എന്ന് പറയും, ഒരു എക്സൈറ്റ്മെന്റ് അവസ്ഥയിൽ. ഇനി ഭയങ്കര ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒരു എംപ്ലോയി നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അപ്പോൾ ഈ റിയാക്ഷന്റെ പിന്നിലൊന്നും ഒരു ലോജിക് ഇല്ല എന്നതാണ്. കാരണം എമോഷൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സമയത്ത് ബോധപൂർവം അതിനെ സ്ലോ ആക്കണം. ഉദാഹരണം, അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയ അവസ്ഥയിൽ ഒരാൾ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അയാൾ പറയാം, എനിക്കൊരു 48 മണിക്കൂർ തരണം, ഇല്ലെങ്കിൽ ഒരു 24 hours കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയാം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. ഡിലേ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആകും. അപ്പൊ ദേഷ്യത്തിലുള്ളപ്പോൾ ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയണത് എന്താ, നമുക്കത് നാളെ സംസാരിക്കാം. നാളെ സംസാരിക്കാം എന്ന് പറയുന്നത് ഈ എമോഷണൽ സ്റ്റേറ്റിനെ ഒന്ന് ഡൗൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്.